കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാള മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ നിറഞ്ഞു നിൽക്കുന്നത് തെലങ്കാന സർക്കാരും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമാണ്. തെലങ്കാനയിൽ കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിലെത്തിച്ച അദ്ദേഹത്തിന്റെ കർശനമായ രാഷ്ട്രീയ ശൈലിയാണ് കേരളത്തിൽ പോലും പ്രത്യേക സ്ഥാനവും ബഹുമാനവും നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതിന്റെ പ്രധാന കാരണം. അധികാരത്തിലേറി വെറും 2 വർഷം പിന്നിടുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭരണ മികവുകൾ അക്കമിട്ട് നിരത്തി കേരളത്തിന്റെ പ്രമുഖ ദിനപത്രമായ മലയാള മനോരമ പോലും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണ മികവിനെ തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നതെന്ന് നിസ്സംശയം പറയാം. തെലങ്കാനയിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ കർശന രാഷ്ട്രീയ ശൈലി സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഭരണത്തിലെത്തി 2.5 വർഷം പിന്നിടുമ്പോൾ തെലങ്കാനയിലെ പ്രധാന രാഷ്ട്രീയ എതിരാളികളായ BRS, BJP എന്നിവരെ പാടെ ദുർബലപ്പെടുത്തുന്ന നടപടികളാണ് രേവന്ത് റെഡ്ഡി സ്വീകരിച്ചു വരുന്നത്. എതിരാളികളെ കേവലം തോൽപ്പിക്കുക മാത്രമല്ല, അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന രീതിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. മുൻ മുഖ്യമന്ത്രി KCR നേതൃത്വം നൽകുന്ന BRS പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ നിരവധി പ്രമുഖ നേതാക്കളെയാണ് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ഈ നീക്കങ്ങൾ BRS പാർട്ടിയെ സംസ്ഥാനത്ത് അപ്രസക്തമാക്കാനുള്ള വലിയ തന്ത്രത്തിന്റെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. രേവന്ത് റെഡ്ഡിയുടെ അധികാരത്തിലേക്കുള്ള യാത്ര വളരെ നാടകീയമായിരുന്നു. TDPയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം പിന്നീട് കോൺഗ്രസിൽ ചേരുകയായിരുന്നു. സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ പാർട്ടിയെ അടിത്തട്ടിൽ നിന്ന് ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TRSൽ നിന്ന് BRS ആയി മാറിയ KCR സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. റാലികളിലും പ്രസംഗങ്ങളിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തതോടെ അദ്ദേഹത്തിന്റെ ജനപ്രീതി 10 മടങ്ങായി വർദ്ധിച്ചു. KCR സർക്കാരിന്റെ കുടുംബ ഭരണത്തിനെതിരെ രേവന്ത് റെഡ്ഡി ഉന്നയിച്ച ആരോപണങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച വിജയം രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിനുള്ള അംഗീകാരമായിരുന്നു എന്ന് വേണം പറയാൻ. ഈ രാഷ്ട്രീയ ആക്രമണോത്സുകത പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. തെലങ്കാനയിലെ BRS നേതാക്കൾ മാത്രമല്ല, BJPയിലെ വലിയൊരു വിഭാഗം നേതാക്കളും കോൺഗ്രസിലേക്ക് ചേക്കേറി കഴിഞ്ഞു. BRSന്റെ സിറ്റിംഗ് രാജ്യസഭാ MPയെ വരെ പാളയത്തിലെത്തിച്ച് ആ സീറ്റിൽ കോൺഗ്രസിന്റെ അഭിഷേക് മനു സിംഗ്വിയെ വിജയിപ്പിച്ചെടുത്തത് രേവന്ത് റെഡ്ഡിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഏറ്റവും വലിയ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പാർട്ടിക്ക് ലഭിച്ച ഈ മുൻതൂക്കം സംസ്ഥാനത്ത് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത്. BJPക്ക് പോലും സംസ്ഥാനത്ത് പ്രതിപക്ഷത്ത് നിൽക്കാൻ സാധിക്കാത്ത അത്ര ദുർബലമായ അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരാൻ രേവന്ത് റെഡ്ഡിക്ക് സാധിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ വ്യക്തമായ ധാരണ രേവന്ത് റെഡ്ഡിക്കുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണശൈലിയോട് അതേ നാണയത്തിൽ പ്രതികരിക്കുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചു പോരുന്നത്. കർണാടകയിലെ DK ശിവകുമാറും ഹിമാചലിലെ നേതൃത്വവും രേവന്ത് റെഡ്ഡിയുടെ ശൈലി പിന്തുടരണമെന്ന ആവശ്യങ്ങൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ശക്തമാണ്. ശരാശരി നേതാക്കൾക്ക് ചെയ്യാൻ കഴിയാത്ത കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വിജയരഹസ്യമെന്ന് രേവന്ത് അനുകൂലികൾ അവകാശപ്പെടുന്നു. അസ്രുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി AAMIMനോട് രേവന്ത് റെഡ്ഡി പുലർത്തുന്ന സമീപനവും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ പ്രയോജനം കണക്കിലെടുത്ത് അവരോട് സൗഹൃദപരമായ ബന്ധം പുലർത്തുമ്പോൾ തന്നെ അവർക്ക് സംസ്ഥാനത്ത് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയാത്ത രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒവൈസിയുടെ പാർട്ടിക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ അത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. ഈ രാഷ്ട്രീയ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് വളരെ സൂക്ഷ്മമായാണ് ഒവൈസി വിഷയത്തിൽ അദ്ദേഹം ഇടപെടുന്നത്. സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെ കൂടെ നിർത്താനും അവരെ നിയന്ത്രിക്കാനും രേവന്ത് റെഡ്ഡിക്ക് പ്രത്യേക കഴിവുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഈ നടപടികൾ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഏറ്റവും സുരക്ഷിതനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളാക്കി മാറ്റിയിട്ടുണ്ട്. തന്നെ പാർട്ടിയിൽ നിന്നോ പ്രതിപക്ഷത്തു നിന്നോ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. BJP ഭരണശൈലിയെ ചെറുക്കാൻ കോൺഗ്രസിന് വേണ്ടത് ഇത്തരത്തിലുള്ള കടുത്ത രാഷ്ട്രീയ തന്ത്രങ്ങളാണെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പോലും വിശ്വസിക്കുന്നുണ്ട്. കൂടാതെ സംസ്ഥാനത്ത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് ഇപ്പോഴേ വലിയ പ്രചാരണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ജനപ്രീതി നിലനിർത്താൻ വികസന പദ്ധതികളും രാഷ്ട്രീയ നീക്കങ്ങളും ഒരേ സമയം കൊണ്ടുപോകാനാണ് രേവന്ത് റെഡ്ഡിയുടെ തീരുമാനം.